الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. اتقوا الله عباد الله. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽവറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലൂടെ ദൈനംദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. കൊലപാതകങ്ങൾ ഒരു ഭാഗത്ത് തകർന്നാടുമ്പോൾ സാമ്പത്തിക ചൂഷണങ്ങളും അതുപോലെ തന്നെ പീഡന കേസുകളും എല്ലാ വാർത്തകളും ദൈനംദിനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിൻ്റെയൊക്കെ തുടക്കം നമ്മൾ നോക്കുമ്പോൾ പല ആളുകളിലും ലഹരിയുടെ ഉപയോഗം അത് സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രായഭേദമന്യേ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഇന്ന് ജനങ്ങൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം
കൂടുതലായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മൾ നമ്മുടെ മതം നമ്മളോട് എന്ത് പറയുന്നു ആ ഒരു വിഷയത്തിൽ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളെയും ഇസ്ലാം പരിപൂർണമായി കൊണ്ട് വിരോധിച്ചിട്ടുണ്ട്. അത് ഇഞ്ചക്ഷൻ ആയാലും, അത് പൊടിയാണെങ്കിലും, അല്ലെങ്കിൽ അത് പുകവലിയാണെങ്കിലും, ഏതൊക്കെ രൂപത്തിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടോ വിശ്വാസി പൂർണ്ണമായും അതിനോട് ഗുഡ്ബൈ പറയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധകനായി നിശ്ചയിക്കുന്ന സന്ദർഭങ്ങളിലൂടെ മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ ജനങ്ങൾ തേനിൽ നിന്നുണ്ടാക്കുന്ന ഒരു ലഹരി പാനീയമുണ്ട്. ആ യമനിലെ ആളുകള് തേനിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ലഹരി പാനീയമുണ്ട്. അതിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും നിഷിദ്ധമാകുന്നു. പ്രിയപ്പെട്ടവരെ, ചികിത്സക്ക് പോലും ലഹരി ഉണ്ടാക്കാൻ പാടില്ല, ലഹരി ഉപയോഗിക്കുവാൻ പോലും പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഒരു വിഭാഗം ആളുകൾ ഈ രൂപത്തിലൂടെ കടന്നു പോകുമ്പോൾ മദ്യം ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഇന്നഹാ ലൈസത് ബിദവാ, നിശ്ചയം അതൊരു മരുന്നല്ല, വലാകിന്നഹാ ദാ, അത് ഒരു തരത്തിലുള്ള രോഗമാണ് എന്നാണ്. അതുകൊണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായ ഒരു മടക്കം പ്രിയപ്പെട്ട വിശ്വാസിനികളെ നമുക്ക് ആവശ്യമാണ്. ഇന്നത്തെ ആധുനിക ലോകത്തെ നമ്മുടെ മക്കള്, നമ്മളത് പറയുമ്പോൾ തന്നെ നമുക്ക് പ്രയാസമാണ്. ആദ്യം ആൺകുട്ടികളാണ് ലഹരി ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഇന്ന് യാതൊരുവിധ മടിയുമില്ലാതെ ലജ്ജയില്ലാതെ പെൺമക്കളിലേക്കും അത് കടന്നു വന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിന് സംശയമില്ല. എത്രയെത്ര റിപ്പോർട്ടുകളാണ് പ്രിയപ്പെട്ടവരെ ദൈനംദിനം നമ്മൾ കേൾക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് ആണുള്ളത്? ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് നന്മയാണുള്ളത്? പിന്നെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, അതൊക്കെ പെട്ടെന്ന് നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമല്ലേ? പ്രിയപ്പെട്ടവരെ, വിശ്വാസികളാണോ? അല്ലാഹുവിനെ പേടിയുണ്ടോ? ഖബറിൽ പോയി കിടക്കേണ്ടുന്ന ചിന്തയുണ്ടോ? മരണം എന്നുള്ള വാസ്തവത്തെ നീ ചിന്തിക്കുന്നുണ്ടോ? ഏത് തിന്മയോടും നിനക്ക് ഇവിടെ പറയാം. ഓക്കെ, നിങ്ങള് മദ്യം എന്ന് പറഞ്ഞാൽ, ലഹരി എന്ന് പറഞ്ഞാൽ എല്ലാവിധ തിന്മകളുടെയും താക്കോലാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങളുണ്ട്. 3 ഉപദേശങ്ങൾ. എന്താണെന്നറിയോ? ഒന്നാമതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്നത്, അദ്ദേഹം പറയാണ്, ഔസാനി ഖലീലി, എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ഉപദേശിച്ചിരിക്കുന്നു, അബൂദർറേ, നിന്നെ കത്തിക്കപ്പെട്ടാലും നിന്നെ കുത്തി പരിക്കേൽപ്പിക്കപ്പെട്ടാലും നീ ഒരിക്കലും ആ റബ്ബിൽ നീ പങ്കു ചേർക്കാൻ പാടില്ല. നിന്നെ എത്ര പ്രയാസപ്പെടുത്തിയാലും അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു പ്രകൃതം അബൂദർറേ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറ്റൊരു ഉപദേശമാണ്, ഒരിക്കലും അബൂദർറേ നമസ്കാരത്തെ നീ പാഴാക്കരുത്. മൂന്നാമതായി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നത്, വലാ
എല്ലാ തിന്മകളുടെയും താക്കോലാകുന്നു. ഈ ഉപദേശം കൊടുത്തത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു സ്വഹാബിയോടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത്. എത്ര ആളുകളുണ്ട് ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധ കാണിക്കാതിരിക്കുന്ന ആളുകൾ. മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി അവന്റെ ശരീരത്തിന് അത് കേടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്യുവറായി, ഏറ്റവും സുന്ദരമായി, നല്ല രൂപത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ നമുക്ക് തരികയാണ് അല്ലേ? ആ ശരീരത്തിലെ അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിലച്ചാൽ, ഏതെങ്കിലും ഒന്നിൽ പ്രയാസപ്പെട്ടു പോയാൽ, ലക്ഷക്കണക്കിന് പണം കൊടുത്തിട്ടെങ്കിലും പ്രിയപ്പെട്ടവരെ വാങ്ങാമെങ്കിലും അത് ഒരാളും തരാനില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ആ പണം ശേഖരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ഒരു സന്ദർഭത്തിലാണ് മനഃപൂർവ്വം മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് സ്വന്തം ശരീരത്തെ തകർത്ത് കളയുന്ന ഒരവസ്ഥ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിലേക്ക് മദ്യപിച്ച് വരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് അവന്റെ ഉമ്മയെ സ്വീകരിക്കുക? ആ ഉമ്മ എങ്ങനെയാണ് ആ മകനെ സ്വീകരിക്കുക? ആ ഭാര്യ എങ്ങനെയാണ് ആ ഭർത്താവിനെ സ്വീകരിക്കുക? ആ മക്കൾക്ക് എന്ത് സമാധാനമാണ് ആ വീട്ടിലുണ്ടാവുക? ഏത് സമയത്തും പ്രശ്നങ്ങളും പരാതികളും, ഏത് സമയത്തും ബുദ്ധിമുട്ടുകളും നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ മാത്രമാണ് ലഹരി നമുക്ക് തരുന്നത് എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുകവലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, അതിനോട് പൂർണ്ണമായും വിട പറയുവാനുള്ള നല്ല ഒരു മനസ്സ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജാഹിലിയ കാലഘട്ടം മദ്യവും പെണ്ണുമില്ലാതെ, യുദ്ധവുമില്ലാതെ ഒരു ദിവസത്തെ തള്ളി നീക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ എത്രയോ കവികൾ പാടുമായിരുന്നു മദ്യത്തെക്കുറിച്ച്, അതിനെ വർണ്ണിച്ചുകൂടി എന്നുള്ളത്. ചില ആളുകളൊക്കെ പറഞ്ഞു വെച്ചത്, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ മുന്തിരിവള്ളിയുടെ അടിയിൽ നിങ്ങൾ എന്നെ മറവ് ചെയ്യണം, എന്റെ എല്ലുകൾക്കെങ്കിലും ആ മുന്തിരിയുടെ നീര് കിട്ടിക്കോട്ടെ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ എന്നെ അതിന്റെ ചുവട്ടിൽ മറവ് ചെയ്യണമെന്ന് പോലും ചില ആളുകൾ രേഖപ്പെടുത്തിയതായി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും അല്ലെ? ഈ ലഹരിയാണ് എല്ലാ ബന്ധങ്ങളെയും വിച്ഛേദിക്കുന്നത്, എല്ലാ സൗഹൃദ ബന്ധങ്ങളെയും തകർത്തില്ലാതെയാക്കുന്നത്. ഉപ്പ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എന്ന് മകൻ അറിഞ്ഞു കഴിഞ്ഞാൽ, മകന്റെ മുന്നിൽ ആ ഉപ്പയുടെ സ്ഥാനത്തിന്റെ വലുപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അത് തിരിച്ചങ്ങനെ തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് എല്ലാ ലഹരികളെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൃത്യമായി കൊണ്ട് നിരോധിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ മാനവകുലത്തെ, മാനവരാശിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. എന്താ പറഞ്ഞറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. നിശ്ചയമായും കള്ളും ചൂതാട്ടവും അതുപോലെ തന്നെ അമ്പുപോലോടും ബലിപീഠങ്ങളും എല്ലാം പിശാചിന്റെ പ്രവർത്തനത്തിൽ പെട്ട മ്ലേച്ഛം മാത്രമാകുന്നു. ആ കാര്യങ്ങളൊക്കെ പൈശാചിന്, അതൊക്കെ പിശാചിൽ നിന്നുള്ളതാണ്. അല്ലാഹു പറയാണ്, അതിനാൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണേ, നിങ്ങൾ അതിനെ വർജിക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. അല്പനേരത്തെ ഒരു സുഖത്തിന് വേണ്ടി, അല്പനേരത്തെ ഒരു ആഹ്ലാദത്തിന് വേണ്ടി കുറച്ച് നമ്മൾ ലഹരി ഉപയോഗിച്ച് വീണ്ടും അതിന്റെ മണിക്കൂറുകളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ മനസ്സിനെയും എല്ലാം അത് മരവിച്ചതാകുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെ നിഷിദ്ധമാക്കിയത് ഘട്ടം ഘട്ടമായി കൊണ്ടാണ് അല്ലേ? എന്നാൽ നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യം തരുന്നുണ്ട്. വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മദ്യം തരുന്നുണ്ട്. ഇവിടുത്തെ മദ്യം എന്ന് പറഞ്ഞാൽ
അതിലെക്ക് കെട്ട് ലെവല് കെട്ട് ആരോടാണ് സംസാരിക്കുന്നത് എന്നറിയാതെ മദ്യപിച്ച് മതോമതനായി കിടക്കുന്ന ഒരു പ്രകൃതമാണ് എങ്കിൽ സ്വർഗ്ഗത്തിലെ മദ്യം സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഘട്ടം ഘട്ടമായി മദ്യത്തെ ഇല്ലാതാക്കുന്ന സന്ദർഭത്തിലൂടെ പടച്ച റബ്ബിന്റെ ചോദ്യമാണ് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് അതിൽ നിന്ന് വിരമിക്കുവാനായില്ലേ, അതിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറാനായില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലാ തഖറബു സ്വലാത വഅൻതും സുകാര, ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉണർത്തിയിട്ടുണ്ട്. ഓക്കേ, നിങ്ങൾ നാശനഷ്ടങ്ങളല്ലാതെ, നഷ്ടങ്ങളുടെ കഥകളല്ലാതെ ഇതിൽ നിന്ന് നമുക്കൊന്നും ലഭിക്കുകയില്ല, അല്ലേ? അതറിയാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? പ്രിയപ്പെട്ടവരെ, മദ്യപിക്കരുത് എന്നറിയാത്ത ആരുണ്ട് നമ്മുടെ കൂട്ടത്തില്? അല്ലെങ്കിൽ പുകവലിക്കാൻ പാടില്ല, അത് വലിക്കുന്നവനേക്കാൾ ഏറ്റവും പ്രശ്നമാണ് അത് ശ്വസിക്കുന്ന, അതിന്റെ പുക ശ്വസിക്കുന്ന ആളുകൾക്ക് എന്ന് കൃത്യമായി കൊണ്ട് നമുക്കറിയാം, അല്ലേ? എത്ര ആളുകളുണ്ട് ആ പുക വലിച്ചുകൊണ്ട് ചെറിയ മക്കളെ എടുക്കുന്നു, ആ മക്കൾക്ക് കവളത്ത് മുത്തം കൊടുക്കുന്നു, ആ കുട്ടികളെ പരിപാലിക്കുന്നു, ആ കുട്ടിക്ക് പോലും അതിന്റെ പ്രയാസം നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ഇതിങ്ങനെ തന്നെ പറഞ്ഞെന്തിനാണെന്നറിയോ? അതിന്റെ ഗൗരവം പ്രിയപ്പെട്ടവരെ അത്ര വലുതായതുകൊണ്ടാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്ക് പ്രയാസമുള്ള ഒരു കാര്യവും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചതല്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ് അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, മദ്യം എന്ന് പറഞ്ഞാൽ മ്ലേച്ഛതകളുടെ മാതാവാണ് എന്നാണ്. വഅക്ബറുൽ കബായിർ, വൻ പാപങ്ങളിൽപ്പെട്ട ഒന്നാണ്, മദ്യപിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ ശരിബഹാ വഖഅല ഉമ്മിഹി, ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ. ഉമ്മിഹി വഖാലതിഹി വഅമ്മതിഹി, ആരെങ്കിലും ആ മദ്യം വന്ന് കുടിച്ചു കഴിഞ്ഞാൽ തന്റെ ഉമ്മയെയും മാതൃ സഹോദരിയെയും പിതൃ സഹോദരിയെയും വ്യഭിചരിച്ചതിന് തുല്യമാണ്. അറിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, മദ്യപിക്കുന്ന ഒരു വ്യക്തി വചനം വായിച്ചു കഴിഞ്ഞാൽ ഒരു ലേശം പോലും അവർക്ക് കുടിക്കാൻ കഴിയുകയില്ല. അല്ലാഹുവിന്റെ ദീനിനോട് താല്പര്യമുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ, സ്വർഗ്ഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. ഈ അടുത്തല്ലേ നമ്മളൊരു വാർത്ത കേട്ടത്? കഞ്ചാവിന് അടിമപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു കുട്ടി സ്വന്തം ഉമ്മയെ അവൻ കൊന്നുകളഞ്ഞു, അല്ലേ? ആലോചിച്ചോക്കാണ്, ഒരു കുട്ടിക്ക് ഒരു ഉമ്മയോടുള്ള സ്നേഹം എത്രയാണ് പ്രിയപ്പെട്ടവരെ. എത്ര വലുതായാലും എത്ര ചെറുതായാലും മാതാപിതാക്കൾക്ക് മക്കൾ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു നിധിയാണ്, അല്ലേ? ആ പൊന്നുമോനെ അല്പനേരത്തെ അശ്രദ്ധയും അതുപോലെ തന്നെ ലഹരിക്കടിമപ്പെട്ടത് കൊണ്ട് മാത്രം തൊട്ടടുത്ത വീട്ടിൽ പോയി അവിടുത്തെ ആയുധം ഉപയോഗിച്ച് സ്വന്തം മകനെ, സ്വന്തം ഉമ്മയെ കൊന്നുകളഞ്ഞത് ഏതെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലല്ല, നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കേരളത്തിലാണ്, അല്ലേ? ഇന്നലെ കേട്ട ഒരു വാർത്ത എന്താ? ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് കൊന്നുകളഞ്ഞിട്ടുള്ളത്. എന്നും പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എത്രയെത്ര കൊലപാതകങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന നിമിഷങ്ങൾ മുഴുവനും ആളുകൾ എന്തൊക്കെയോ വിചാരിച്ചുകൊണ്ട് എന്ത് തിന്മയും ചെയ്യാമെന്നുള്ള രൂപത്തില് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ വിശ്വാസികളായ നമ്മൾ റബ്ബിനോട് വല്ലാതെ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്നുള്ള
ആ ഒരു പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമുക്ക് അനിവാര്യമാണ്. മുമ്പ് നിങ്ങൾ ഒരു സ്ഥിരമായി കൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് ആരാധനാ കർമ്മങ്ങളിൽ എന്ത് ശ്രദ്ധയാണ് അവൻക്കുണ്ടാവുക? നമസ്കാരത്തിൽ അവൻക്ക് എന്ത് ഖുശൂആണ് ഉണ്ടാവുക? ആരാധനകളുടെ വിഷയത്തിൽ അവൻക്ക് എത്രത്തോളം ശ്രദ്ധിക്കാൻ കഴിയും? ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ഥിരം മദ്യപിക്കുന്ന ഒരു വ്യക്തി അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്ഥിരം മദ്യപാനിയായിട്ടുള്ള ഒരു വ്യക്തി അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മന്നാൻ, കൊടുത്തതിനെ എടുത്തു പറയുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. അല്ലെ, എന്തെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് അയാളെ പ്രയാസപ്പെടുത്തുക. എനിക്ക് വല്ലാതെ സംസാരിക്കൊന്നും വേണ്ട, നമുക്ക് ഞാൻ അന്ന് ഇങ്ങനെ ചെയ്തന്നില്ലേ, ഇന്നത് കാട്ടി തന്നില്ലേ എന്ന് പറഞ്ഞ് അവന്റെ മനസ്സിനെ വിഷമിപ്പിക്കുക. അങ്ങനെയുള്ള ആളുകള് ഏറ്റവും നല്ല എന്താണ്? കൊടുക്കാതിരിക്കലാണ്. കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാന്റെ വജ് ആഗ്രഹിച്ചുകൊണ്ട് കൊടുക്കുക. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് എടുത്തു പറഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവര് അവർ സമൂഹത്തിലൊക്കെ വലിയ നിലവാരമുള്ള ആളുകളായിരിക്കും, എല്ലാവരോടും നല്ല ബന്ധങ്ങളായിരിക്കും. പക്ഷെ ഉമ്മക്കും ഉപ്പക്കും വേണ്ട ഹിദ്മത്തുകൾ ചെയ്യൂല. അവിടെ കണക്ക് പറയും. അവിടെ കണക്ക് പറയും, ഞാനല്ലേ കഴിഞ്ഞ മാസം നിങ്ങൾക്ക് അങ്ങനെ ചെയ്തത്, ഞാൻ മാത്രമുള്ളൂ, വേറെ ആരുമില്ലേ, എന്താ അവരോടൊന്നും ചോദിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളുടെ മനസ്സിനെ ദ്രോഹിക്കുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. അവിടെ നമ്മൾ കണക്ക് പറയേണ്ട, അത് നമ്മുടെ സ്വർഗ്ഗത്തിലേക്കുള്ള വാതിലാണെന്ന് കരുതി നല്ല നീയത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ മുദ്മിനു ഖംർ, ഒരു മുഴുകുടിയനായിട്ടുള്ള ഒരു മനുഷ്യൻ, എല്ലാ സമയത്തും മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അവനും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉപദേശം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, സ്കൂളിന്റെ വരാന്തകളിലേക്ക് കടന്നു പോകുന്ന നമ്മുടെ മക്കളില്ലേ, അവരെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ഓഫറുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. തിരിച്ചറിയണം. ഇന്നത്തെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധ കാണിക്കാൻ അവർക്ക് സമയമില്ല. ചില ആളുകൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധ കാണിക്കുക. മദ്രസയുടെ ഒരു പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട്, മക്കളുടെ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് നിങ്ങൾ വരണമെന്ന് പറയുമ്പോ അന്ന് ഉപ്പക്കും ഉമ്മക്കും ഇല്ലാത്ത തിരക്കും ഒക്കെ എല്ലാം ബിസി ആയിരിക്കും, ആരും പോകൂല. ഇതൊക്കെ എന്താ, അതൊക്കെ അത്ര മതി അല്ലേ? ഈ രൂപത്തില് കടന്നു പോകുമ്പോ ആ മക്കള് വഴിപിടിച്ചു പോകുകയാണ്. മാത്രമല്ല, വീട്ടിൽ നിന്ന് വിദ്യാലയത്തിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ അറിയണം. എന്തറിയണം? എന്റെ കുട്ടി വിദ്യാലയത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന് കൃത്യമായി കൊണ്ട് അറിയുന്ന സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മുടെ മക്കള് ഇന്ന ക്ലാസ് ഉണ്ട്, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങും. എന്നിട്ട് അവർ പോകുന്ന സ്കൂളിലേക്കല്ല. എത്രയെത്ര വീഡിയോകൾ, എത്രയെത്ര വാർത്തകൾ ദൈനംദിനം പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത് പോലും നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ഒരു CCTV ക്യാമറ പോലെ തന്നെ പ്രത്യേകിച്ച് വിശിഷ്യ നമ്മുടെ പെൺമക്കളുടെ വിഷയത്തിൽ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. മാത്രമല്ല, അവർക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം നമ്മൾ കൃത്യമായി കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണം. ഇതിനെ കുറിച്ച്, ലഹരിയെ കുറിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടുകളെ കുറിച്ചുകൊണ്ട്, ഈ ആധുനിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകളെ കുറിച്ചുകൊണ്ട് കൃത്യമായ ഒരു ബോധം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നറിയോ? അവരുടെ കൂട്ടുകെട്ടാണ്. നമ്മുടെ കുട്ടികൾ ആരോടൊക്കെയായി കൂട്ടുകൂടുന്നു, ഏറ്റവും വലിയ പരാജയം സംഭവിക്കുക അത് വലിയ ആളുകളാണെങ്കിലും ചെറിയ ആളുകളാണെങ്കിലും
വഴിതെറ്റിപ്പോവുക എവിടെയെന്നറിയോ? കൂട്ടുകെട്ടിലൂടെയാണ് അല്ലേ? ഇപ്പത്തെ ആധുനിക ലോകത്തെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും ചെയ്യാതെ ഒരു തിന്മയും ചെയ്യാതെ നല്ല രൂപത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോടാണ് ഇവർ പറയുന്നതെന്നറിയോ? ഇതൊക്കെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലം ഏതാണെന്നാണ് നീ വിചാരിക്കുന്നത്? ഒന്ന് രുചിച്ചു നോക്ക്, അല്ലെങ്കിൽ ഒന്ന് വലിച്ചു നോക്ക്, ഒന്ന് കുടിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് കൃത്യമായ ബോധമുണ്ടാകണം. കൂട്ടുകെട്ടുകൾ ആരൊക്കെയാണ്, ഏതൊക്കെ ആളുകളുമായി കൊണ്ടാണ് ബന്ധപ്പെടുന്നത്, അങ്ങനെ അവരുമായി കൊണ്ടുള്ള ആ ഒരു രീതി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. മാത്രമല്ല പഠിപ്പിക്കുന്ന അധ്യാപകരുമായി കൊണ്ടുള്ള ഒരു ബന്ധവും നമുക്കുണ്ടാകണം. നമ്മുടെ കുട്ടികളുടെ അധ്യാപകർ ആരാണെന്ന് പോലും ഇന്ന് രക്ഷിതാക്കൾക്ക് അറിയില്ല. നമ്മളൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ്. ഒരു സ്കൂളിൽ നിന്നൊക്കെ റിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്, ഒരു കോള് വരുന്നുണ്ട്, എന്നോ കൊല്ലങ്ങൾക്ക് ശേഷം അവിടുന്ന് റിസൈൻ ചെയ്ത് പോന്നിക്കണു, എന്നിട്ട് കോള് വരികയാണ്, എന്റെ സ്കൂളിലെ അധ്യാപകനല്ലേ എന്ന് വിളിക്കുമ്പോ ആ രക്ഷിതാവ് അറിഞ്ഞിട്ടില്ല എന്നാണ് ആ കുട്ടിയുടെ അധ്യാപകൻ മാറിയ വിഷയം. ഇതാണ് അവസ്ഥ പ്രിയപ്പെട്ടവരെ. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. മദ്രസയാണെങ്കിലും ഭൗതിക വിദ്യാഭ്യാസമാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ ശ്രദ്ധക്കും അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചക്കും ഒക്കെ ഒരു പരിധിയുണ്ട്. അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ബോധം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏത് സന്ദർഭത്തിൽ ആര് കാണുന്നില്ലെങ്കിലും മോനെ, ആര് ശ്രദ്ധിക്കുന്നില്ലെങ്കിലും മോനെ, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടാകണം. ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തിന്മകളിൽ നിന്ന് മാറി നിന്ന് നന്മകളിൽ മത്സരിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും മാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمدلله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. ايها الناس اوصيكم واياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവരെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസീയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ലഹരിയുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലേറ്റവും കൂടുതൽ ഇന്ന് സജീവമായി ആളുകൾ പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മദ്യപാനം എന്നുള്ള ആ ഒരു വിഷയം, അതുമായി ബന്ധപ്പെടുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഅനല്ലാഹുൽ ഖംറ, അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെ ശപിച്ചിരിക്കുന്നു. വലഅന ശാരിബഹാ വസാഖിഹാ, അത് കുടിക്കുന്നവനെയും കുടിപ്പിച്ചവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. വഅസിറഹാ വമുഅതസിറഹാ, അതിനെ പിഴിഞ്ഞുണ്ടാക്കിയവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. വബായിഹഹാ വമുബ്താഅഹാ, അത് വിൽക്കുന്നവനെയും വാങ്ങുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. വഹാമിലഹാ വൽമഹ്മൂലത ഇലൈഹി, അത് ചുമക്കുന്നവനെയും വഹിപ്പിക്കുന്നവനെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. വാകില സമനിഹാ, അതിന്റെ മൂല്യം ഭുജിക്കുന്നവനെയും അതിന്റെ മൂല്യം ഭക്ഷിക്കുന്നവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. ഏതൊക്കെ മേഖലയിലൂടെ പോകുന്നുണ്ടോ എല്ലാവർക്കും ശാപമാണ്. പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മദ്യപിക്കുന്ന ആളുകളായി മാറുന്നത്, നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന ആളുകളായി മാറുന്നത്?
മറ്റുള്ള വസ്തുക്കളിലേക്ക് ആസ്വാദനം നമ്മൾ കണ്ടെത്തുന്നത്? ഇതിനൊക്കെ ആളുകൾ പറയുന്ന ഒരു മറുപടി എന്താണെന്നറിയോ? ജീവിതത്തില് ഒരു സമാധാനം കിട്ടണം, ജീവിതത്തിൽ ഒരു ശാന്തത ലഭിക്കണം, അല്ലെ? കുറച്ചൊക്കെ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നാവിന്റെ അടിയിൽ വെച്ചാലും ചുണ്ടിന്റെ അടിയിൽ വെച്ചാലും മദ്യപിച്ചാലും ഒക്കെ ചെറുതായി കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അത് വല്ലാത്തൊരു നിർവൃതിയാണ് എന്ന് പറയുന്ന ആളുകളോട് സ്നേഹത്തോടു കൂടി വിശ്വാസികളായ നമുക്ക് പറയാനുള്ള എന്താണെന്നറിയോ? അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ഓർമ്മ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടോ, അതാണ് ഏറ്റവും വലിയ സമാധാനം. പരിശുദ്ധ ഖുർആനിന്റെ വചനം കേട്ടിട്ട് എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ദീൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അത് കൃത്യമായി ശ്രവിച്ചു കഴിഞ്ഞാൽ മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം എത്രയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? യൂട്യൂബൊക്കെ നമ്മൾ തുറന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ നമ്മൾ സെർച്ച് ചെയ്താൽ ഇഷ്ടപ്പെട്ട സൂറത്തുകൾ നമുക്ക് കേൾക്കാം. എത്ര വലിയ സൗകര്യമാണത്, അല്ലേ? പരിശുദ്ധ ഖുർആൻ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു പേടിയും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ഓർമ്മയുണ്ടെങ്കിൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലേ? അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾക്ക് ശാന്തത ലഭിക്കുന്നത്. അതുകൊണ്ട് തെറ്റായ മാർഗത്തിലേക്ക് ഒരിക്കലും നമ്മൾ കടന്നു പോകാൻ പാടില്ല. അത്തരത്തിലുള്ള ജീവിത ശൈലികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. പടച്ചോനെ പറ്റിപ്പോയി, ജീവിതത്തിൽ സംഭവിച്ചു പോയി, ഇനി ഒരിക്കലും അത്തരത്തിലുള്ള തിന്മയിലേക്ക് ഞാൻ മടങ്ങില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ ജീവിക്കുക. കാരണം പ്രിയപ്പെട്ടവരെ, ഏത് സന്ദർഭത്തിലും ഈ ലോകത്തോട് നമുക്ക് വിട പറയുവാനുള്ളതാണ്. ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമോ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അടുത്ത ജുമാക്ക് ഈ പള്ളിയിൽ നമ്മൾ ആരൊക്കെ ഇവിടെ ഉണ്ടാകുമെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ഇന്ന് ജുമാ കഴിഞ്ഞ് ഈ പള്ളിയുടെ ഗേറ്റ് കടന്ന് നമ്മൾ ആരൊക്കെ വീട്ടിലെത്തുമെന്ന് പറയാൻ നമുക്കാർക്കും സാധ്യമല്ല. എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. മരണത്തോടുകൂടി അമലുകൾ ചെയ്യുവാനുള്ള ചാൻസുകൾക്ക് വിരാമമാവുകയാണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നന്മകളിൽ മത്സരിക്കുവാൻ സദാ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നീങ്ങുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായി കൊണ്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാറാകട്ടെ. നാളെ ഒരു ഭാഗത്ത് സ്വർഗ്ഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കുമാക്കുമ്പോൾ മുഅ്മിനീങ്ങളുടെ കൂടെ, മുത്തഖീങ്ങളുടെ കൂടെ, മുഖ്ലിസീങ്ങളുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കേൾക്കുന്ന ഓരോ വിഷയങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സാമ്പത്തിക കച്ചവട മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിന്റെ വിവിധ ഭാഗങ്ങളിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും ഏവരിലും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة